നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. നാളെ വിധി ദിനമാണ്. മണിക്കൂറുകൾ മാത്രമേ ഉള്ളൂ ബാക്കി, അല്ലേ? KPCC ഏതായാലും ഒരുങ്ങിക്കഴിഞ്ഞു. പന്തലെല്ലാം സജ്ജമായിട്ടുണ്ട്. എന്നാൽ AK സെന്ററിൽ കാര്യമായിട്ടുള്ള ഒരുക്കങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് അവിടെ ലഡു വിതരണം ഒന്നും ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് മനസ്സിലാകുന്നത്. പ്രത്യേകിച്ച് പന്തലിന്റെ ആവശ്യമൊന്നുമില്ല, ഉള്ള TV-യിൽ കാണാം എന്നുള്ള അവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തി നിൽക്കുന്നു. മാരാർജി ഭവനിലേക്ക് നോക്കുകയാണെങ്കിൽ ആവേശമൊക്കെ ഉണ്ട്, എന്നാൽ അധികം പുറത്ത് കാണിക്കാതെ ഒന്ന് തട്ടിയും തലോടിയും പോകാമെന്ന മട്ടിലാണ്. എന്നാൽ അന്തർധാര സജീവമായിരിക്കുന്നു. നേമത്ത് വിജയം ഉറപ്പിച്ചിട്ടുണ്ട് രാജീവ് ചന്ദ്രശേഖർ. പക്ഷെ അപ്പോഴും നേമത്ത് എന്തും സംഭവിക്കാം. മലയാളികളാണ്, അതുകൊണ്ട് എല്ലായിടത്തെയും പോലെ നമുക്ക് പ്രവചിക്കാൻ പറ്റില്ല. മലയാളികളുടെ പ്രവൃത്തി എപ്പോഴും പ്രവചനാതീതമാണ്. അതുകൊണ്ട് തന്നെ എന്തും സംഭവിക്കാം എന്നുള്ള ഒരു ഘട്ടം നേമത്തുണ്ട്. പക്ഷെ നേമത്തെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു വിരോധാഭാസം എന്ന് നമുക്ക് വിളിക്കാൻ പറ്റുമോ എന്ന് നോക്കണം. കാരണം കേരളത്തിൽ ഭരണം ആരിയ്ക്കുമോ അവരെ എതിർത്തുകൊണ്ടുള്ള ആളായിരിക്കും നേമത്തുണ്ടാവുക. കഴിഞ്ഞ വർഷം മാത്രമാണ് അതിലൊരു മാറ്റം സംഭവിച്ചത്. കേരളം കമ്മ്യൂണിസ്റ്റ് ഭരിക്കുകയാണെങ്കിൽ നിയമം ഭരിക്കുകയാണെങ്കിൽ നിയമത്തുകാർ തിരഞ്ഞെടുക്കുന്നത് കോൺഗ്രസിനെ ആയിരിക്കും. കോൺഗ്രസ് ആണ് ഭരിക്കുന്നതെങ്കിൽ നിയമക്കാർ തിരഞ്ഞെടുക്കുന്നത് BJP ആയിരിക്കും. ഇനി കമ്മ്യൂണിസ്റ്റ് വീണ്ടും ഭരിക്കുകയാണെങ്കിൽ അവിടെ കോൺഗ്രസ് ആയിരിക്കും. അങ്ങനെ ഒരു ഏറ്റക്കുറച്ചിലുകളുള്ള ഒരു മണ്ഡലമാണ് നേമം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നേമത്തെ ഈ മണിച്ചിത്ര താഴിട്ട് പൂട്ടും എന്നാണ് പറയുന്നത്. പൂട്ട് തുറന്ന് മണിച്ചിത്ര താഴിട്ട് പൂട്ടുമെന്നാണ് രാജീവ് ചന്ദ്രശേഖർ പറയുന്നത്. എന്നാൽ ആ പൂട്ട് ആരും തൊടില്ല, എന്റെ കയ്യിൽ ഭദ്രം എന്ന മട്ടിലാണ് V ശിവൻകുട്ടി ഇരിക്കുന്നത്. എന്നാൽ കുറെ അധികം വോട്ടുകൾ തനിക്ക് പിടിക്കാൻ കഴിയും, അതിലൊരു വിജയസാധ്യത താൻ കാണുന്നുണ്ട് എന്ന് ശബരിനാഥും ഉറപ്പിച്ച് വിശ്വസിക്കുന്ന ഒരു മണ്ഡലമാണ് നേമം എന്ന് പറയുന്നത്. എന്നാലും കസേര വലിച്ചിട്ടിരിക്കാൻ രാജീവ് ചന്ദ്രശേഖറിന് കഴിയുമെന്ന് തന്നെയാണ് പറയുന്നത്. കാരണം ചെറിയ ഒരു രഹസ്യമായ വാർത്ത നോക്കുകയാണെങ്കിൽ ഇതുവരെ കമ്മ്യൂണിസ്റ്റിനൊക്കെ തന്നെ വോട്ട് ചെയ്തിരുന്ന അല്ലെങ്കിൽ വോട്ട് കുത്തിയിരുന്നവരൊക്കെ തന്നെ മാറി രാജീവ് ചന്ദ്രശേഖറിന് വേണ്ടി വോട്ട് ചെയ്യുന്നു എന്ന് പറയുന്നുണ്ട്. അതായത് BJP-യിൽ കുറച്ചധികം നല്ല ആളുകൾ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ നല്ലത്, അല്ലെങ്കിൽ കുറച്ച് കറേജ് ഉള്ള, തലയിൽ ആൾതാമസമുള്ള, എന്തെങ്കിലും ചെയ്യാൻ കഴിയുമെന്ന് ഉറപ്പുള്ള, അറ്റ്ലീസ്റ്റ് നേടുന്ന പ്രശ്നങ്ങളെ ഒന്ന് എടുത്തു പറയുകയെങ്കിലും ചെയ്യാൻ കഴിയുന്ന ഒരു വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ. അതുകൊണ്ട് ഞങ്ങളുടെ വോട്ട് ഇത്തവണ രാജീവിന് നൽകുമെന്ന മട്ടിലാണ് ചിലർ രാജീവ് ചന്ദ്രശേഖറിന് വോട്ട് നൽകിയിരിക്കുന്നത്. എന്തായാലും വിധുദിനം വെളിപ്പാടകരെ എത്തി നിൽക്കെ പിരിമുറുക്കം ശക്തമാണ്. BJP ക്യാമ്പുകളൊക്കെ തന്നെ പിരിമുറുക്കത്തിൽ തന്നെയാണ്. സീറ്റ് എണ്ണം 2 അക്കം വരെ കടക്കുമെന്ന് വരെ അവകാശപ്പെട്ടിരുന്ന നേതാക്കൾ 3 എണ്ണത്തിൽ എത്തി നിൽക്കുകയാണ് എന്നുള്ളതാണ്. തെരഞ്ഞെടുപ്പ് ഫലം BJP-ക്കാൾ ഉപരി സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറിനാണ് കൂടുതൽ വിധി നിർണായകമാവുക എന്നുള്ളതാണ്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെ ദേശീയ നേതാക്കളുടെ നിര തന്നെ രംഗത്തിറങ്ങിയ റാലികൾ ഉണ്ടായിരുന്നു. സമൂഹ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ നിറഞ്ഞ ആസൂത്രണത്തോടു കൂടിയാണ് പ്രചാരണ സംവിധാനങ്ങൾ നടന്നത്. മാത്രമല്ല, സ്വയം താൻ ഇവിടെ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നു എന്ന സ്വയം സ്ഥാനാർത്ഥി പ്രഖ്യാപനം വളരെ നേരത്തെ നടത്തിയ ഒരു വ്യക്തിയാണ് രാജീവ് ചന്ദ്രശേഖർ. ഇതിനു മുൻപ് ഉള്ള തെരഞ്ഞെടുപ്പിലായിക്കോട്ടെ, ഇതിനു മുൻപ് നടന്ന MP തെരഞ്ഞെടുപ്പിലൊക്കെ ആയിക്കോട്ടെ, അവിടെ വലിയ ആവേശത്തോടു കൂടിയാണ് അദ്ദേഹം പടം നയിച്ചത്. തുടക്കത്തിലൊക്കെ തന്നെ വലിയ ഭൂരിപക്ഷത്തിലാണ് ഈ രാജീവ് ചന്ദ്രശേഖർ വോട്ട് നേടിയത്. എന്നാൽ പിന്നീട് അവസാനവട്ട റൗണ്ട് എണ്ണയിൽ മാത്രമാണ് രാജീവ് ചന്ദ്രശേഖരന്റെ പേര് മാറി അവിടെ ശശി തരൂർ വന്നത്. ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് ആ ഒരു റിസൾട്ട് വരുന്ന മണിക്കൂർ അവസാന മിനിറ്റ് പോലും പ്രധാന വാതിൽ തുറക്കാതെ വീടിന് പുറത്തിറങ്ങാതെ നിൽക്കുകയായിരുന്നു ശശി തരൂർ. ആ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതിന് ശേഷം മാത്രമാണ് ശശി തരൂർ പുറത്തേക്ക് പോലും എത്തിയത് എന്നുള്ളതാണ്. 100% വിജയം രാജീവ് ചന്ദ്രശേഖർ നടത്തും എന്നുള്ള അടിയുറച്ച് വിശ്വസിച്ചിരുന്നാണ് അവസാന ലാപ്പിലാണ് ശശി തരൂർ വിജയിച്ചത്. ആ ഒരു കോൺഫിഡൻസ് ഒക്കെ നല്ല രീതിയിൽ തന്നെ ഇവിടെ ഇപ്പോൾ നിയമസഭാ ഇലക്ഷൻ നിൽക്കുമ്പോൾ രാജീവിനുണ്ട്. മാത്രമല്ല, കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പ് നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കൗൺസിലർമാരുള്ള ഒരു മേഖല എന്ന് പറയുന്നത് നിയമമാണ്. ഏകദേശം 11 കൗൺസിലർമാരാണ് BJP-ക്ക് അവിടെ നിന്നുമുള്ളത്. അതുകൊണ്ട് തന്നെ വലിയൊരു ആവേശം, ഒരു വിജയ സാധ്യത ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും അങ്ങനെ ചെയ്യുന്നതെല്ലാം ചെയ്ത് BJP സംസ്ഥാന നേതൃത്വം എല്ലാം ചെയ്ത് വിധിക്കായി കാത്തിരിക്കുകയാണ്. എന്നാൽ അത് എത്രത്തോളം ഫലപ്രാപ്തിയിൽ എത്തി എന്ന് ഉറപ്പിച്ചു പറയാൻ നേതാക്കൾക്ക് ഇപ്പോൾ കഴിയുന്നില്ല എന്ന് വേണം പറയാൻ. നേമം, കഴക്കൂട്ടം, മഞ്ചേശ്വരം എന്നിവയൊക്കെയാണ് നിലവിൽ ഇപ്പോൾ വിജയസാധ്യത ഉറപ്പാക്കിയിട്ടുണ്ട് എന്ന് ചിലർ പറയുന്നത്. പക്ഷെ അതിൽ നേമം തന്നെയാണ് ഏറ്റവും കൂടുതലും എന്ന് പറയാം. പാലക്കാട്, കാസർഗോഡ്, തിരുവനന്തപുരം, കാട്ടാക്കട, ചാത്തന്നൂർ, കുന്നത്തുനാട്, മലമ്പുഴ, നാട്ടിക, തൃശൂർ, തിരുവല്ല, ആറ്റിങ്ങൽ, പാല, പൂഞ്ഞാറ്, മണലൂർ, ഹരിപ്പാട് എന്നിവിടങ്ങളിലെല്ലാം പ്രചരണത്തിൽ 2 മുന്നണികളോടൊപ്പം തന്നെ BJP എത്തി നിൽക്കുന്നുണ്ട്. ചില ഇടങ്ങളിൽ അവരെക്കാൾ മുന്നിലോ എത്തിയിട്ടുണ്ട് എന്ന്
എന്ന് വേണം പറയാൻ. സംസ്ഥാന അധ്യക്ഷൻ എന്ന നിലയിൽ രാജീവ് ചന്ദ്രശേഖർ എല്ലായിടത്തും എത്തിയെങ്കിലും നേമത്തായിരുന്നു ശ്രദ്ധ മുഴുവനും. അക്കൗണ്ട് വീണ്ടും തുറക്കുക എന്നത് അഭിമാന പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് തന്നെ BJP-യേക്കാൾ രാജീവ് ചന്ദ്രശേഖറിന് തന്നെയാണ് തെരഞ്ഞെടുപ്പ് ഫലം ഒരുപാട് കൂടുതൽ നിർണായകമാവുക എന്നുള്ളത്. ഇവിടെ ഇനി നേമത്തെ ഇപ്പോൾ രാജീവ് ജയിച്ചില്ലെങ്കിൽ പിന്നെ ഇനി BJP-ക്ക് അവിടെ ഒരു അക്കൗണ്ട് തുറക്കുക എന്ന് പറയുന്നത് വളരെ കഠിനമുള്ള കാര്യമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇത്രയും കോർപ്പറേഷൻ അടക്കം ഇത്രയും BJP സാധ്യത നിലനിൽക്കുന്ന ഒരു മണ്ഡലം എന്ന നിലയിൽ നേമത്ത് ഇപ്പോൾ ഈ ഘട്ടത്തിൽ രാജീവ് വിജയിച്ചില്ല എന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇനി നിയമം തുറക്കുക അല്ലെങ്കിൽ നേമത്ത് BJP-ക്ക് ഒരു A ക്ലാസ് മണ്ഡലം എന്ന് പറയാൻ ഒരിക്കലും സാധിക്കാത്ത തരത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുമെന്നതിലും സംശയമില്ല. നിയമസഭയിൽ അക്കൗണ്ട് തുറക്കുമെന്ന് മാത്രമല്ല 3 മുതൽ 5 പേർ വരെ എത്തുമെന്നും BJP കണക്കുകൂട്ടലുണ്ട്. എക്സിറ്റ് പോൾ ഫലങ്ങൾ BJP വിലയിരുത്തൽ ശരിവെക്കുന്നതാണെന്നും നേതാക്കൾ പറയുന്നുണ്ട്. BJP നേടുന്ന വോട്ടുകളാകും കേരളം ഇനി ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കുക എന്നതിൽ എല്ലാ നേതാക്കൾക്കും ഒരേ സ്വരം തന്നെയാണ്. നേമത്തെ അക്കൗണ്ട് വീണ്ടും തുറക്കും. പുറമെ 2 പേർ കൂടി പുതിയതായിട്ട് അക്കൗണ്ടുകൾ തുറന്നേക്കുമെന്നാണ് പറയുന്നത്. അത് 5ആകാനും സാധ്യതയേറെ എന്നാണ് BJP-യുടെ പ്രതീക്ഷ. നേമം, കഴക്കൂട്ടം, പാലക്കാട്, മഞ്ചേശ്വരം, തിരുവല്ല മണ്ഡലങ്ങൾ ജയിക്കുമെന്നാണ് ബൂത്ത് തല അവലോകനം. ഇത് ശരിവെക്കുന്നതാണ് എക്സിറ്റ് പോളുകൾ എന്ന് നേതാക്കൾ പറയുന്നു. എന്നാൽ ഇത് പരസ്യമായി പറയാൻ തയ്യാറുമല്ല. സീറ്റുകൾ 2 കടക്കാമെന്ന തന്ത്രവും പറയുന്നുണ്ട്. തിരുവല്ലയിൽ 35,000 പാർട്ടി വോട്ടുകളുടെ ഉണ്ടെന്നും 10,000 വോട്ടുകൾ കൂടി ലഭിക്കാൻ എല്ലാ സാധ്യതയും ഉണ്ടെന്നുമാണ് വിലയിരുത്തൽ. അങ്ങനെയാണ് മുൻ തെരഞ്ഞെടുപ്പുകളിൽ BJP 2ാം സ്ഥാനത്ത് പോലും എത്താത്ത തിരുവല്ല സാധ്യതാ പട്ടികയിലേക്ക് കയറി വന്നത്. 25 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്ത് എത്തുമെന്നും ഇതിൽ 8 മണ്ഡലങ്ങൾ 1000-നും 2000-നും വോട്ടുകളുടെ വ്യത്യാസത്തിൽ കിട്ടാനോ നഷ്ടപ്പെടാനോ സാധ്യതയുണ്ടെന്നും BJP വിലയിരുത്തുന്നുണ്ട്. വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, കാസർഗോഡ്, നാട്ടിക, ചാത്തന്നൂർ, കാട്ടക്കട, മലമ്പുഴ, തൃശൂർ, ആറ്റിങ്ങൽ, നെടുമങ്ങാട്, പാല, പൂഞ്ഞാർ, മണലൂർ, ഹരിപ്പാട് എന്നീ മണ്ഡലങ്ങളിൽ കടുത്ത ത്രികോണ മത്സരം കാഴ്ചവെക്കാൻ പാർട്ടി സ്ഥാനാർത്ഥികൾക്ക് കഴിഞ്ഞിട്ടുണ്ട്. പ്രചാരണത്തിന്റെ തീവ്രത കൂടി കണക്കിലെടുത്തുകൊണ്ട് ജയസാധ്യത കൂടുതൽ വട്ടിയൂർക്കാവ്, തിരുവനന്തപുരം, കാസർഗോഡ്, ചാത്തന്നൂർ, നാട്ടിക, കാട്ടക്കട എന്നിവിടങ്ങളിലാണ്. ഒരു കാര്യത്തിൽ എല്ലാ നേതാക്കൾക്കും ഉറപ്പുണ്ട്. BJP NDA സ്ഥാനാർത്ഥികൾ നേടുന്ന വോട്ട് ഏത് മുന്നണി ഭൂരിപക്ഷം നേടുമെന്ന് നിർണയിക്കുമെന്നതിൽ യാതൊരുവിധ സംശയവും ഇല്ല.